പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവതിരുനാമത്തിന് മഹത്വം കരേറ്റുന്നു. വീണ്ടും നമുക്ക് ദൈവവചന പഠനത്തിനായിട്ട് ഈ സമയം കർത്താവ് നൽകിയല്ലോ. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഉപമകളുടെ പഠനം നമ്മൾ ദീർഘനാളുകളായി തുടങ്ങിയിട്ട് അനേകമായ ഉപമകൾ കർത്താവ് പറഞ്ഞു. ഉപമയും ദൃഷ്ടാന്തവും കൂടാതെ അവനൊന്നും പഠിപ്പിച്ചില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉപമകളുടെ നമ്പറും വളരെ കൂടുതലാണ്. എന്നാൽ വളരെ ആഴമേറിയ സത്യങ്ങൾ, ആഴമേറിയ ആത്മീക സത്യങ്ങൾ ഈ ഉപമകളിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഓരോ ഉപമയും അൺട്രാവൽ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പഠിക്കുമ്പോഴാണ് അതിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. എനിക്കെങ്ങനെയായിരുന്നു, ഞാൻ ഈ ഉപമകളുടെ പഠനം ഇങ്ങനെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പല ഭാഗങ്ങളിൽ നിന്ന് പലപ്പോഴും പ്രസംഗിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സീരീസായി തുടർച്ചയായിട്ട് ഇതിനെ ഓരോന്നിനെയും പഠിക്കാൻ മുഖാന്തരമായത് ഈ പ്രാവശ്യമാണ്. എന്നാൽ അതിൽ ഓരോന്നും പഠിക്കുമ്പോൾ പലതും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെട്ട് കിടക്കുന്നു, തമ്മിലെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയിൽ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അതിനെക്കുറിച്ച് അല്പമായിട്ട് പറയുവാൻ സമയമെടുത്തു. ഇന്ന് നമുക്ക് ആ പഠനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളിന്ന് വീണ്ടും തുടരുന്നത് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ഉപമയെക്കുറിച്ചുള്ള പഠനമാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. എന്നിട്ട് നമുക്ക് പഠനത്തിൽ മുന്നോട്ട് പോകാം. പിന്നെയും സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ആമേൻ. വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഉപമയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളിൽ പലർക്കും ഒരുപക്ഷെ ഇത് വലിയ പ്രയാസവും മനപ്രയാസവും ചിന്താക്കുഴപ്പവും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പല വലിയ സത്യങ്ങൾ കർത്താവ് തുറന്നു പറയുക. അവ നമ്മെ ഡിസ്റ്റർബ് ചെയ്യുന്നെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം നമുക്ക് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരുവാനാണല്ലോ നമ്മുടെ ആഗ്രഹം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ അല്പമായിട്ടുള്ള ഒരു സാരാംശവും കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുത്തപ്പോൾ ഞാനിത് പറഞ്ഞു. ഇന്ന് അതുകൊണ്ട് നമ്മളതിൻ്റെ അർത്ഥത്തിലേക്കും അതിൻ്റെ ആപ്ലിക്കേഷനിലേക്കും കടന്നു പോകാൻ താല്പര്യപ്പെടുക. എന്തുവാണ് ഇതിൻ്റെ അർത്ഥം ആയിട്ട് കർത്താവ് മീൻ ചെയ്യുന്നത്? എന്താണ് ഇതിൽ നിന്ന് കർത്താവ് ഉദ്ദേശമാക്കുന്നത്? പാരബിൾ ഓഫ് ദി വീറ്റ് ആൻഡ് ടേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ? നല്ല വിത്തിൻ്റെ കളയുടെ ഉപമ, നല്ല വിത്തും കളയും. അതിൽ കർത്താവ് അതിന് ശേഷം ആ ഉപമ പറഞ്ഞതിന് ശേഷം ആ ഉപമയുടെ അർത്ഥം എന്താണെന്ന് പിന്നീട് കർത്താവ് വിവരിക്കുന്നുണ്ട്. അത് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്ന് പറയുന്ന പോലെ അതിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ രാജ്യമെന്ന് പറയുന്നത് ഇന്നത്തെ അവസ്ഥയിൽ ഇൻ ഇറ്റ്സ് പ്രസൻറ്റ് സ്റ്റേറ്റ് വിൽ ബി എ മിക്സ്ചർ ഓഫ് ഗുഡ് ആൻഡ് ബാഡ്. ഒരു സമ്മിശ്രമായ നന്മയും തിന്മയും ഇടകലർന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരും അല്ലാത്തവരും ഇടകലർന്ന ഒരു മിക്സ്ചറായിരിക്കുമെന്ന് കർത്താവോട് പറയുന്നത്. നല്ലത് ശേഖരിച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അപ്പം ദൈവരാജ്യത്തിൽ പ്രസൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹ്യൂമൻ എക്സിസ്റ്റൻസിൽ മാനുഷികമായി നമ്മൾ ഇന്നായിരിക്കുന്നതിൽ എന്തെല്ലാമുണ്ട്? നന്മയും തിന്മയുമുണ്ട്. നല്ലവരുണ്ട്, ചീത്ത ആളുകളുണ്ട്, കൺവേർട്ടഡ് ആയിട്ടുള്ളവരുണ്ട്, കൺവേർട്ട് ആകാത്തവരുണ്ട്. ഇതെല്ലാം നമ്മൾ പൊരുത്തപ്പെടാൻ, അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇത് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ നമ്മുടെ ചിന്തയിലല്ല ഇരിക്കുന്നത് ദൈവസഭ അല്ലെങ്കിൽ ദൈവരാജ്യം എന്നൊക്കെ പറയുന്നത് ഈ ഭൂമിയിലുള്ളത്. ഏറ്റവും മനോഹരമാണ്. അതിന് നമുക്ക് ഉദാഹരണങ്ങളൊക്കെ ഉണ്ടല്ലേ? വെട്ടുകുഴിയിൽ വെച്ച് പണി തീർത്ത കല്ലുകൾ കൊണ്ടുവേണം ആലയം പണിയുവാൻ. അപ്പോൾ ആലയത്തിലേക്ക് വരുന്നവരെല്ലാവരും എന്തായിരിക്കണം?
പണി തീർക്കപ്പെട്ട കല്ലുകളായിരിക്കണം. പുതിയ നിയമത്തിൻ്റെ ഉപദേശം അങ്ങനെയല്ല. ഞാനതിലേക്ക് വരാം പിന്നീട്. അപ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജസ്റ്റ് ലൈക്ക് എ ഡ്രാഗ് നെറ്റ് ഗ്യാദേഴ്സ് ബോത്ത് ഗുഡ് ആൻഡ് ബാഡ് ഫിഷ്, അല്ലേ? ഒരു വല, ഒരു കോരുവല, വലിയ വല. ആ വലയുടെ വ്യത്യാസമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്ന് പറയുന്നത് പോലെ, അഥവാ നല്ല വിത്തിൻ്റെയും കളയുടെയും ഉപമയിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ ഒരുമിച്ച് വളരുക. നല്ല വിത്ത് വിതച്ചത് കിളിർത്ത് വളരുന്നു, അതോടൊപ്പം തന്നെ ശത്രു വന്ന് വിതച്ച കളയും കിളിർത്ത് വളർന്നുകൊണ്ടിരിക്കുക. ഇത് ഒരുമിച്ച് നിൽക്കുക. എന്നാൽ ഇത് പറിച്ചു കളയട്ടെ എന്ന് ദാസന്മാർ വന്ന് ചോദിക്കുന്നുണ്ട് യജമാനോട്. യജമാനൻ പറഞ്ഞു, അല്ലല്ല, ഇപ്പോൾ പറിച്ചു കളയണ്ട. ഇപ്പോൾ പറിച്ചു കളഞ്ഞാൽ ഒരുപക്ഷെ നല്ല വിത്തിനും നല്ല സസ്യങ്ങൾക്കും കേടുവരും. അതുകൊണ്ട് അവ എപ്പം വരെ നിൽക്കട്ടെ? കൊയ്ത്തോളം നിൽക്കട്ടെ എന്ന യജമാനൻ പറയുന്നത്. സോ എന്ന് പറയുന്ന പോലെ ഈ ഡ്രാഗ്നെറ്റിൽ, ഈ വലിയ വലയിൽ നല്ലതും തീയതുമായിട്ടുള്ള ജീവികൾ, മത്സ്യങ്ങൾ, ഫിഷ് പ്രവേശിക്കും. കർത്താവ് പറയുന്നു 13:41 പറയുന്നു, മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും, അവൻ തൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്തു. അല്ലേ? അപ്പം എവിടെ നിന്നാ? അവൻ തൻ്റെ രാജ്യത്തിൽ നിന്ന്. ഇപ്പം ദൈവരാജ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ ലോകത്തിലുള്ള എക്സിസ്റ്റൻസ്, ഭൂമിയിലുള്ള അങ്ങനെ ആയിരിക്കുന്നതായ ഹ്യൂമൻ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടല്ലോ, മാനുഷികമായ അവസ്ഥയിൽ, അതിൽ നിന്ന് ആരെയെല്ലാം അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നോക്കണേ, അതിനോട് ചേർന്ന് വരുന്ന അപ്പോസ്തലനായ പൗലൂസ് പറഞ്ഞിരിക്കുന്ന ലേഖനത്തിൽ, തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, ഒരു വലിയ വീട്, അതിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിന് ഉപയോഗിക്കപ്പെടുന്നു, ചിലത് ഹീനകാര്യത്തിന് ഉപയോഗിക്കപ്പെടുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാം, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവനെല്ലാം നല്ല വേലയ്ക്ക് ഉടമസ്ഥന് വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. ഒന്നാമത് നമ്മൾ ഈ പാരബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു, ഈ ഇപ്പോഴുള്ള ദൈവരാജ്യം എന്നുള്ള കൺസെപ്റ്റിൽ ഇവിടെ ആയിരിക്കുന്ന ഹ്യൂമൻ ഇൻസ്ട്രുമെൻ്റായ ഈ മാനുഷികമായിട്ടുള്ള ഈ ഇൻസ്ട്രുമെൻറ്റിൽ, അല്ല ദൈവരാജ്യത്തിൽ നല്ലതും തീയതുമായത് ഉണ്ട്. എന്നാൽ അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം, ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കാമെന്നല്ല. രണ്ടാമതൊരു കാര്യം കൂടെ ഇതിനകത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? 49-ാം വാക്യം പറയുന്നു, അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിലിട്ട് കളയും. അപ്പോൾ നോക്കണം, ഇതിങ്ങനെ ഒരുമിച്ചുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് ഇപ്പോൾ എന്ന് പറയുന്നത് കൊണ്ട് ആശ്വാസ്യമായിട്ടുള്ള ഒന്നുമില്ല. ശ്രദ്ധിക്കണേ, അതുകൊണ്ട് ആശ്വാസ്യമാണ് ഈ കാര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. There is going to come a time for separation. ഒരു വേർതിരിവിൻ്റെ സമയം വരാൻ പോവുകയാണ്. അതുകൂടെ കർത്താവ് ഇവിടെ പറയുന്നുണ്ട്, വേർതിരിവിൻ്റെ സമയം, അല്ലേ? അവിടെ നല്ല വിത്തിൻ്റെയും കളയുടെയും ഉപമയിൽ ദാസന്മാർ വന്ന് ചോദിച്ചപ്പോൾ കർത്താവ് തന്നെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച്, അല്ലേ? കൊയ്യുന്നവർ ദൂതന്മാർ കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. അപ്പം ഇപ്പോൾ നിൽക്കട്ടെ, പക്ഷെ ഒരു ദിവസം വരുന്നുണ്ട്, അല്ലേ? ആ ദിവസത്തിൽ, ആ സമയത്ത് കള കൂട്ടി, കൊയ്യുന്നവർ കള കൂട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നത് പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. അപ്പോൾ ഇപ്പോഴത്തെ എക്സിസ്റ്റൻസിൽ മിക്സ്ചറുണ്ട്, സമ്മിശ്രമാണ്, ഇടകലർന്ന് കിടക്കുകയാണ്. എന്നാൽ ഒരു സമയം വരാൻ പോവുകയാ, എന്തിനുള്ളതാ? വേർതിരിക്കാനുള്ളൊരു സമയം വരാൻ പോകുക, ഒരു സെപ്പറേഷൻ്റെ ടൈം വരാൻ പോവുകയാ എന്ന അവിടെ പറയുന്നത്. നോക്കണേ, ശ്രദ്ധിക്കണേ. ഇപ്പം ഈ സെപ്പറേഷൻ്റെ ഏജൻസ് ആരാ?
പാസ്റ്റർമാരാണോ? അല്ലെങ്കിൽ മൂപ്പന്മാരാണോ? കമ്മിറ്റികളാണോ? സെപ്പറേഷൻ്റെ ഏജൻസ്? ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്തുവാ? ദൂതന്മാരാ. ഇത് അവസാനത്തെ വരെ ഇങ്ങനെ തുടരട്ടെ എന്ന് യജമാനൻ പറയുക മാത്രമല്ല ചെയ്യുന്നത്, സെപ്പറേഷന് ദൈവം ഏജൻസിനെ ആക്കിയിട്ടുണ്ട്. ചർച്ചിൽ ഡിസിപ്ലിൻ വേണ്ടെന്നൊന്നുമല്ല ഈ പറയുന്നത് കേട്ടോ. മത്തായി സുവിശേഷം 18-ാം അധ്യായം ഓർത്തോണം, വായിച്ചോണം, പഠിച്ചോണം. ചർച്ചിലെ ഡിസിപ്ലിൻ എൻറ്റയർലി എ ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. അതല്ല ഇവിടെ പറയുന്നത്. എന്നാൽ ഈ സെപ്പറേഷന് നല്ലത് തീയത് എന്ന് പറയുവാൻ വാല്യൂ ജഡ്ജ്മെന്റിന് ഒബ്ജക്റ്റീവ് അനാലിസിസ് അല്ലാതെ സബ്ജക്റ്റിവിറ്റി കൊണ്ടുവരാൻ നമുക്കധികാരമില്ല. അപ്പൊ നോക്കണം, ഇവിടെ പറയുക ഒരു സെപ്പറേഷൻ വരുന്നുണ്ട്. എന്നാൽ ആ സെപ്പറേഷൻ്റെ ഏജൻസ് എന്ന് പറയുന്നത് ദൂതന്മാരാ. വളരെ കൃത്യമായിട്ട് ഈ രണ്ട് ഉപമകളിലും കർത്താവ് പറയുന്നുണ്ട്. നല്ല വിത്തിൻ്റെയും കളയുടെയും ഉപമയിലും ഇവിടെ എല്ലാ വക മീനും പിടിക്കുന്നതുമായ വലയുടെ ഉപമയിലും പറയുന്നുണ്ട്. ഈ സെപ്പറേഷൻ്റെ ഏജൻസി, ഇതിനെ വേർതിരിക്കാൻ ദൈവം നിയോഗിച്ചിട്ടുള്ളവരുണ്ട്. അവരാണ് വേർതിരിക്കാൻ പോകുന്നത്. അവിടെയാ ജോൺ വെസ്ലി പറഞ്ഞു, മഹാനായ കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ 3 അത്ഭുതങ്ങൾ കാണും അല്ലേ. ചെല്ലുമ്പം ആ 3 അത്ഭുതങ്ങളിൽ ഒന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത അനേകരവിടെ കാണും. 2 ഞാൻ പ്രതീക്ഷിച്ച പലരും അവിടെ കാണത്തില്ല. 3-ാമത്തെ അത്ഭുതം ഞാൻ തന്നെ അവിടെ എങ്ങനെ എത്തിപ്പെട്ടു കർത്താവേ എന്നുള്ള അത്ഭുതം. പ്രൈസ് ഗോഡ്. അപ്പൊ ഇതൊരു സെപ്പറേഷന് തീരുമാനം അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ടവര് തൻ്റെ ദൂതന്മാരാ, ദൈവത്തിൻ്റെ ദൂതന്മാരാ. അത് നമ്മൾ ഏറ്റെടുക്കരുത് അല്ലേ. വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നീയും വിധിക്കരുത്. കർത്താവ് വളരെ ശക്തമായിട്ട് പഠിപ്പിച്ച ഒരു കാര്യമാണ്, പഠിപ്പിക്കലാണ്. വിധിക്കപ്പെടാതിരിക്കാൻ നീയും വിധിക്കരുത്. നമ്മളെല്ലാം പലപ്പോഴും വിധിക്കുന്നവരാ, മറ്റുള്ളവരെ വിധിക്കുന്നവരാ, സ്വന്തം കുറവുകളെ കാണാൻ കഴിയാത്തവരാ ഇല്ലേ. റോസി ഐ ടുവേർഡ്സ് ourselves ആൻഡ് ജോണ്ടീസ്ഡ് ഐ ടുവേർഡ്സ് അതേഴ്സ് അല്ലേ. മഞ്ഞപ്പിത്തം പിടിച്ച കണ്ണ മറ്റുള്ളവരെ സംബന്ധിച്ച് നമ്മളെക്കുറിച്ച് വളരെ റോസി ഐസ്, എത്ര നല്ലവൻ ഞാൻ എന്ന് പറയുന്ന, പാറ്റിങ് അവർ ഓൺ, ഓ മീ, ഞാൻ എന്ന് പറയുന്നവരാ. അപ്പം നോക്കണം, ഇവിടെ കർത്താവ് പറയുന്ന പഠിപ്പിക്കലുകൾ വളരെ വ്യക്തമാണല്ലോ. അതുകൊണ്ട് ഫാരിസിയാക്ക് ആ ചിന്തകൾ അന്നും ഇന്നും സഭകളിൽ ദൈവരാജ്യത്തിൻ്റെ കൂടിവരവുകളിലെല്ലാം ഉണ്ട് എന്ന് നമുക്കറിയാം. 3-ാമത്, അപ്പോൾ ഏജൻസ് ഇത് ദൂതന്മാരാണ്. 3-ാമത്, വിക്കറ്റ് വിൽ ബി സെപ്പറേറ്റഡ് ഫ്രം ദ ജസ്റ്റ് എന്ന, ഈ ഇതിലെ ദുഷ്ടന്മാരെ നീതി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് വേർതിരിക്കും അല്ലേ എന്ന നമുക്കവിടെ ദാറ്റ് ഈസ് ദ റൈച്വസ് പീപ്പിൾ. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും, അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടി മാറ്റി ചേർക്കും. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അപ്പോൾ ആ കോതമ്പിനെ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോയി ആ വീശുമുറം ഉപയോഗിക്കുന്ന ത്രഷിംഗ് ഫ്ലോർ അവിടെ വെച്ചാണ്, അതിനോട് ചേർന്നാണ് ഈ വീശുമുറ ഉപയോഗിക്കുന്നത്. വീശുമുറ ഉപയോഗിച്ച് കഴിയുമ്പോൾ പതിരെല്ലാം ഒരു സ്ഥാനത്തേക്ക് പറന്നു പോകുക, അതെല്ലാം കൂടെ കൂട്ടി തീയിലിട്ട് ചുട്ടുകളയും, നല്ലതെല്ലാം കൂടെ മണി എല്ലാം കൂടെ ശേഖരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവത്തിന് സ്തോത്രം. 2-ാമത്, അടുത്ത കാര്യം 3-ാമത്തെ. അപ്പോൾ 1-ാമത് പറഞ്ഞു ഇതൊരു മിക്സ്ചർ ആയിരിക്കും. 2-ാമത് പറഞ്ഞു ഒരു സെപ്പറേഷൻ്റെ ടൈം വരുന്നുണ്ട്, അതിൻ്റെ ഏജൻസ് ആരാണ്, അതുപോലെ തന്നെ എന്താണ് സെപ്പറേഷൻ, നല്ലവരും തീയത് ചെയ്യുന്നവരും തമ്മിലുള്ള സെപ്പറേഷൻ. ഇനി അടുത്തത്, ഇവിടെ കർത്താവ് പറഞ്ഞപ്പം പണിഷ്മെൻ്റ് ഓഫ് ദ വിക്കഡും പറയുന്നുണ്ട്. എന്താണ് പണിഷ്മെൻ്റ് ഓഫ് ദ വിക്കഡ്? കർത്താവ് പറയുന്നത് അവരെ തീച്ചൂളയിൽ ഇട്ട് കളയുന്ന പണിഷ്മെൻ്റ് ഓഫ് ദ വിക്കഡ്. അതിനകത്ത് അനേക ഭാഗങ്ങളിൽ അത് പറയുന്നുണ്ട്. തീച്ചൂള, ഏറ്റവും പുറത്തുള്ള ഇരുട്ട്, കരച്ചിലും പല്ലുകടിയും, കൈയും കാലും കെട്ടി പുറത്തേക്ക് എറിഞ്ഞു കളക എന്നൊക്കെയുള്ള ഉപയോഗങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ അനേക സ്ഥലങ്ങളിൽ കാണുവാൻ തക്കവണ്ണം ഇടയാകും. സോ കാസ്റ്റിംഗ് ഇൻ ടു ദ ഫണീസ് ഓഫ് ഫയർ എന്ന തീച്ചൂള. അപ്പം തീച്ചൂളയിൽ ഇട്ട് കളയുക. 2-ാമത്
ആ പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ കർത്താവ് പറയുകയാണ്, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പല്ലുകടിക്കുന്ന എവിടാ? കരയുക മാത്രമല്ല, പല്ലുകടിയുമുണ്ട്. നമുക്ക് വലിയ കോപം വരുമ്പോൾ അടക്കാൻ മേലാത്തപ്പോഴാണ്, നമുക്ക് സഹിക്കാൻ മേലാത്ത പ്രയാസം വരുമ്പോഴാണ് പല്ല് കടിക്കുന്നത്. നമ്മളെല്ലാം പല്ല് കടിച്ചിട്ടുള്ളവരാ അല്ലേ? പല്ലൊടിഞ്ഞു പോകാൻ വരെ സാധ്യതയുണ്ട് ഒരുപാട്. സ്തെഫാനോസ് വിസ്തരിക്കപ്പെട്ടപ്പോൾ ആ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പാകെ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ കോപപരവശരായി പല്ലും കടിച്ചുകൊണ്ട് സ്തെഫാനോസിൻ്റെ അടുത്തേക്ക് കൂട്ടത്തോടെ പാഞ്ഞു എന്ന്. അടക്കാൻ മേലാത്ത കോപം വരുമ്പോഴാണ് പല്ല് കടിക്കുന്നത്. ഇത് നിത്യത മുഴുവൻ പല്ല് കടിക്കാൻ വിധിക്കപ്പെട്ടവരുടെ കാര്യമാണ് കർത്താവ് പറയുന്നത്. ഒരിക്കൽ പല്ല് കടിച്ച് നമുക്ക് കോപം വരുമ്പോൾ പല്ല് കടിച്ച് വിട്ടുകളയുന്നത് പോലെയല്ല, നിത്യത മുഴുവൻ പല്ല് കടിച്ച് നാഷിങ് ഓഫ് ടീത്ത്, വെയിലിംഗ് ആൻഡ് നാഷിങ് ഓഫ് ടീത്ത്, റൈറ്റ്? നമുക്കറിയാവുന്നൊരു പാട്ടുണ്ടല്ലോ, ഘോരമായൊരു നാളുണ്ട്. അച്ഛൻ പാടാമോ? ഭീകരമതു വന്നിടും, ആരവിടെ നിൽക്കും, ദുഷ്ടവേരുകൊമ്പോടെരിയുമ്പോൾ ദൈവകോപത്തിയിൽ നീയും വെന്തരിഞ്ഞു ചാകരുതേ, നിത്യതയിൽ വീഴരുത്, ഇന്നു തന്നെ രക്ഷ നേടുക, ഇന്നു തന്നെ രക്ഷ നേടുക. ഘോരമായൊരു നാളുണ്ട്, ഭീകരമതു വന്നിടും, ആരവിടെ നിൽക്കും, ദുഷ്ടർ വേരുകൊമ്പോടെരിയുമ്പോൾ, ആരവിടെ നിൽക്കും, ദുഷ്ടർ വേരുകൊമ്പോടെരിയുമ്പോൾ ദൈവകോപത്തിയിൽ നീയും വെന്തരിഞ്ഞു ചാകരുതേ, നിത്യ തീയിൽ വീഴരുതേ, ഇന്നു തന്നെ രക്ഷ നേടുക, ഇന്നു തന്നെ രക്ഷ നേടുക. ആരു തന്നെ പറഞ്ഞാലും നീതിയിൻ വഴി തേടാതെ പാപമിങ്ങൻ ചെയ്തവർ പരമാധിയോടെ നശിച്ചിടും, ആദിയോടെ നശിച്ചിടും. ആരു തന്നെ പറഞ്ഞാലും നീതിയിൻ വഴി തേടാതെ പാപമിങ്ങനെ ചെയ്തവർ പരമാധിയോടെ നശിച്ചിടും, പാപമങ്ങനെ ചെയ്തവർ പരമാധിയോടെ നശിച്ചിടും. ദൈവകോപത്തിൽ നീയും വെന്തരിഞ്ഞു ചാകരുതേ, നിത്യ തീയിൽ വീഴരുതേ, ഇന്നു തന്നെ രക്ഷ നേടുക, ഇന്നു തന്നെ രക്ഷ നേടുക. ആമേൻ. താങ്ക് യു സോ മച്ച്. പഴയ പാട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് പാടുന്നതല്ല, വളരെ അർത്ഥപൂർണമായ പാട്ടല്ലേ? നമ്മെ ഓർമ്മിപ്പിക്കുന്നതാ, നമ്മുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തുന്നതാകണം ഈ കാര്യങ്ങൾ. 3 കാര്യങ്ങൾ നമ്മൾ വിശേഷാൽ ഇന്ന് രാവിലെ കണ്ടു. ഒന്ന്, ഇന്നത്തെ സ്റ്റേറ്റിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ ദൈവരാജ്യം നമ്മുടെ കോൺസെപ്റ്റ് നമ്മൾ പറയുന്നത് കർത്താവ് പറഞ്ഞതനുസരിച്ചൊരു മിക്സ്ചറായിരിക്കും. രണ്ടാമത്, ഒരു സെപ്പറേഷൻ്റെ സമയം വരുന്നുണ്ട്. മൂന്നാമത്, ദുഷ്ടന്മാർക്ക് ഒരു ന്യായവിധി ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഇതിൻ്റെ എങ്ങനെയാണ് പ്രായോഗികമായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 great lessons in this parable. വളരെ പ്രധാനപ്പെട്ട 2 പാഠങ്ങൾ ഈ പാരബിളിൽ ഉണ്ട്. ഒന്ന്, ഇതെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, ഇറ്റ് ഈസ് ഇൻ ദ നേച്ചർ ഓഫ് ദ ഡ്രാഗ്നെറ്റ് ദാറ്റ് it does not and cannot discriminate. ഈ ഡ്രാഗ്നെറ്റിന്, ഈ വലയ്ക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ?
ഒരു തരത്തിലുള്ള മീനിനെ ആ വല പറയും ഇങ്ങോട്ട് കയറിക്കോ, മറ്റൊരു തരത്തിലുള്ള മീൻ വരുമ്പം പറ്റത്തില്ല എന്ന് പറയുവാൻ അതിന് കഴിയില്ല. വല ഇങ്ങനെ കിടക്കുകയാണ്. വരുന്ന എല്ലാ ജീവികളും എല്ലാ മീനുകളും എല്ലാ തരത്തിലുള്ള മീനുകളും എന്ത് ചെയ്യുകയാ? എന്നെ മാത്രമാണല്ലോ നോക്കുന്നതല്ലേ? എല്ലാ തരത്തിലുള്ള ജീവികളും മീനുകളും ഈ വലയിലേക്ക് കയറുകയാണ്. അപ്പം നമ്മളും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. സഭയ്ക്ക് സഭയോട് ചേർത്ത് നമ്മൾ അതിനെ ബന്ധിപ്പിക്കുമ്പോൾ അഥവാ കണക്ട് ചെയ്യുമ്പോൾ സഭയ്ക്കും ആ അധികാരം ഇല്ല. ഞാൻ ടെക്സസ് ഹ്യൂസ്റ്റണിൽ ആയിരുന്നപ്പം അവിടെ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പം ഒരു ചർച്ചിൻ്റെ വാതിക്കൽ ഒരു ബോർഡ് കണ്ടു. എന്നെ വളരെ ചിന്തിപ്പിച്ചു. നമ്മുടെയൊക്കെ ചർച്ചിൽ അത് വെക്കാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നേലും അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുക, സിന്നേഴ്സ് ആർ വെൽക്കം. സിന്നേഴ്സ് ആർ വെൽക്കം. ചിന്തിച്ചിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇപ്പം സഭയെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള വീക്ഷണങ്ങൾ ഉണ്ടായിരുന്ന ആദ്യ കാലം മുതലേ. ഒന്നാമത്തേത് എക്സ്ക്ലൂസീവ് വ്യൂ എന്ന് പറയുന്ന നിഷേധാത്മകമായിട്ടുള്ള, ഇവിടെ പൂർണ്ണരായിട്ടുള്ളൊരു മാത്രം വന്നാൽ മതി എന്ന് പറയുന്ന ഒരു വ്യൂവാണ്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൽപ്പനകളെല്ലാം അനുസരിച്ച് ദൈവത്തിൻ്റെ വചനം മുഴുവൻ പ്രമാണിക്കുന്നവർ മാത്രം ഇതിനകത്തേക്ക് കയറിയാൽ മതി എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് വ്യൂ ഉണ്ട്. അട്രാക്റ്റീവാണ്. അങ്ങനെയാകുമ്പം ആലയത്തിനകത്ത് ഒച്ചപ്പാടൊന്നും കാണത്തില്ല, ഒരു പ്രയാസം ഉണ്ടാകുകയില്ല, എല്ലാം നന്നായിട്ട് പോകും എന്നെല്ലാം വിചാരിക്കുമല്ലോ. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പുതിയ നിയമത്തിൻ്റെ ഉപദേശം അങ്ങനെയല്ല. കാരണം എനിക്ക് ജഡ്ജ് ചെയ്യാൻ അധികാരമില്ലാത്തത് കൊണ്ട് മുമ്പേ പറഞ്ഞ പോലെ ചർച്ച് ഡിസിപ്ലിൻ ഹാസ് ടു ബി എൻഫോഴ്സ്ഡ്. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്, ഡിഫറെൻറ്റ് ടോപ്പിക് ഓൾ ടുഗദർ, മറ്റൊരു വിഷയമാണ്. എന്നാൽ എനിക്ക് ഒരാളെ വിധിക്കുവാൻ അധികാരമില്ലെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ ഓരോരുത്തരിലും നമ്മൾ കർത്താവിൻ്റെ സൃഷ്ടിയെ കാണുവാൻ കഴിയുക, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആളുകൾ എന്ന് ഉള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. നമ്മളൊരു പ്രിവിലേജ്ഡ് ഫ്യൂ ആയിട്ട് നമ്മളെ കൺസിഡർ ചെയ്യാതെ നമ്മൾ തന്നെ പ്രത്യേകമായിട്ടുള്ള എന്തോ വർഗത്തിൽപ്പെടുന്നവരാ, ജാതിയിൽപ്പെടുന്നവരാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകാനിടയാകാതെ. യഹൂദന്മാർക്കുണ്ടായ പ്രശ്നം അതായിരുന്നു. അബ്രഹാമിനോട് തന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചപ്പം പറഞ്ഞു, നിന്നിൽ ഞാൻ ഭൂമിയിലെ സകല ജാതികളെയും അനുഗ്രഹിക്കും. അപ്പം ദൈവത്തിൻ്റെ ഒറിജിനൽ ഇൻറ്റൻഷൻ എന്തായിരുന്നു? യഹൂദന്മാരെന്ന് പറയുന്ന ഒരു സെക്ടേറിയൻ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി അവരെ അനുഗ്രഹിക്കുക എന്നുള്ളതല്ലായിരുന്നു. ദൈവത്തിൻ്റെ ഒറിജിനൽ ഇൻറ്റൻഷനിൽ തന്നെ അബ്രഹാമിനെ തിരഞ്ഞെടുത്തപ്പം, ഒരു ജാതിയെ അവനിൽ ഉളവാക്കിയപ്പം, ഇസ്രയേലിനെ വേർതിരിച്ചപ്പോഴെല്ലാം അവരിലൂടെ ലോകത്തിലുള്ള സകല ജാതികളെയും അനുഗ്രഹിക്കുക എന്നുള്ളതായിരുന്നു. നമ്മളിത് മറന്നു പോകും പലപ്പോഴും, അല്ലേ? യഹൂദന്മാർ പ്രൗഡായതുപോലെ, അഭിമാനികളും അഹങ്കാരികളുമായതുപോലെ നമ്മളുമാകാറുണ്ട്. ഇത് നമുക്ക് മാത്രമുള്ളതാണ്, നമുക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മളെന്തോ പ്രത്യേക നന്മകൾ ഉള്ളവരാണെന്നൊക്കെ നമ്മൾ ഓർത്തു പോകും, അറിയാതെ, അല്ലേ? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എക്സ്ക്ലൂസീവ് വ്യൂ അല്ല നമുക്ക് വേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് നിഷേധാത്മകമായിട്ടുള്ള സമീപനം ഏറ്റെടുക്കുന്ന ആളുകൾ. രണ്ടാമത്തത് ഇൻക്ലൂസീവ് വ്യൂ എന്ന് പറഞ്ഞാൽ ഡ്രാഗ്നെറ്റിൽ കയറുന്നത് പോലെ, ഈ വലിയ വലയിൽ കയറുന്നത് പോലെ കർത്താവിൻ്റെ കരുണ എല്ലാവർക്കും ഉള്ളതാണ്. അതിന് പ്രത്യേക
ദൈവത്തിൻ്റെ വചനം നൽകുന്ന അച്ചടക്കമുണ്ട്, ദൈവത്തിൻ്റെ വചനം നൽകുന്ന നിർദ്ദേശങ്ങളുണ്ട്. അതെല്ലാം പാലിക്കേണ്ടത് അനിവാര്യമാണ്. അതിന് നമ്മളെ ഉത്സാഹിപ്പിക്കണം, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. ഈ ഉപമകളിൽ ഈ കാര്യങ്ങളെല്ലാം ബെറ്ററാക്കാനായിട്ട് എന്തെല്ലാം ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനമായിട്ട് അപ്ലൈ ചെയ്യുന്ന കാര്യം ഇവിടെ എങ്ങനെയാണ് ഇതൊരു മിക്സ്ചർ ആയിരിക്കുന്നത്, എന്നാലൊരു സെപ്പറേഷൻ്റെ ടൈം വരുന്നുണ്ട്. ആ കാര്യമാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ വളരെ ശക്തമായിട്ട് എംഫസൈസ് ചെയ്യേണ്ട, ഊന്നി പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്തുവാ? ദ ടൈം ഓഫ് സെപ്പറേഷൻ വിൽ കം. വേർതിരിവിൻ്റെ ഒരു സമയം വരാൻ പോവുകയാണ്. നമ്മളിപ്പം പാടിയ പാട്ട് പോലെ അല്ലേ? ഘോരമായൊരു നാൾ വരും, ഭീകരമായിട്ടത് വരും. ആരിവിടെ നിൽക്കും ദുഷ്ടവേരുകൊമ്പോട് എരിയുമ്പോൾ? എന്നാൽ വളരെ പ്രധാനമായിട്ട് ഓർത്തുകൊള്ളുക, ഈ സെപ്പറേഷന് നമ്മൾ തുനിയാതിരിക്കുക, ശ്രമിക്കാതിരിക്കുക. എന്നോട് കർത്താവ് കൃപ കാണിച്ചതുപോലെ മറ്റുള്ളവരോടും കൃപ കാണിപ്പാൻ അവന് അധികാരമുണ്ട്. അതവന് വിട്ടേക്ക്. മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിച്ചവരുടെ കൂലി കൊടുത്തപ്പോൾ, വിഭാഗിച്ചപ്പോൾ ചിലർക്ക് കംപ്ലൈൻ്റ് ഉണ്ടായി, പിറുപിറുപ്പുണ്ടായി അല്ലേ? രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെ അധ്വാനിച്ച് ഞങ്ങളെ ഈ 1 മണിക്കൂർ അധ്വാനിച്ചവരോട് നീ തുല്യരാക്കിയല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുത്തപ്പോൾ, യജമാനൻ്റെ നേരെ പരാതി പറഞ്ഞപ്പോൾ യജമാനൻ പറയുക, എനിക്കുള്ളത് കൊണ്ട് എൻ്റെ ഇഷ്ടം പോലെ വ്യാപാരം ചെയ്യാൻ എനിക്ക് അധികാരമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നു എന്നാ ചോദിച്ചത്. ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുണ്ടോ? അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാം ആർക്കെങ്കിലും അത് ഉണ്ടെങ്കിൽ കണ്ണുകടി മാറ്റണം. കർത്താവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്ന കാര്യങ്ങൾ അവന് വിട്ടേക്ക്. എന്നോട് കരുണ കാണിച്ചതുപോലെ മറ്റുള്ളവരോടും കരുണ കാണിപ്പാൻ അവന് അധികാരമുണ്ട്. സ്തോത്രം. അത് നമ്മൾ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വലയിൽ എല്ലാത്തരം മീനും കയറി എന്ന് ഇരിക്കും. അത് എക്സിസ്റ്റ് ചെയ്യട്ടെ. ഒരു സെപ്പറേഷൻ്റെ ടൈം വരുന്നുണ്ട്. അതിനുള്ള ഏജൻസ് നമ്മളാരുമല്ല, അതിനുള്ള ഏജൻസ് ദൈവമാക്കി വെച്ചിട്ടുണ്ട്. അവർ ഡെഫിനിറ്റായിട്ട് അത് ചെയ്യും. എൻ്റെ രാജ്യത്തിൽ നിന്ന് അധർമ്മം പ്രവർത്തിക്കുന്നവരെയും സകല ഇടർച്ചകളെയും അവർ നീക്കിക്കളയുമെന്ന്. അപ്പോൾ ഇപ്പം അവൻ്റെ രാജ്യത്തിൽ എന്തെല്ലാം ഉണ്ട്? അധർമ്മം പ്രവർത്തിക്കുന്നവരുണ്ട്, ഇടർച്ചകളുണ്ട്. നമ്മളതിനെ നല്ലതാണെന്ന് പറയുകയല്ല. എനിക്ക് അധികാരമില്ലാത്തത് കൊണ്ട് ഞാൻ കൈ കടത്തുന്നില്ല എന്നാണ് ഞാൻ ഈ പറയും. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടോ? ആരെയും കൺഫ്യൂസ് ചെയ്യുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? ഇപ്പം കർത്താവ് തന്നെ പറഞ്ഞത്, ഇത് എൻ്റെ ഉപദേശമല്ലല്ലോ. കർത്താവ് തന്നെ പറഞ്ഞ, എൻ്റെ രാജ്യത്തിൽ നിന്ന് അധർമ്മം പ്രവർത്തിക്കുന്നവരെയും ഇടർച്ചകളെയും എല്ലാ ഇടർച്ചകളെയും അവൻ നീക്കിക്കളയും. നോക്കണേ, അപ്പോൾ ഈ എക്സ്പ്ലനേഷൻ കർത്താവ് പറയുമ്പോൾ അതിനകത്ത് ഗുഡ് ന്യൂസും ഉണ്ട്, ബാഡ് ന്യൂസും ഉണ്ട് അല്ലേ? ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ രാജ്യം എല്ലാവരെയും സ്വീകരിക്കുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു അല്ലേ? എല്ലാവർക്കും അകത്തു വരാനായിട്ട് ഉള്ള സ്വാതന്ത്ര്യം, അവകാശം എന്നൊക്കെ പറയുന്നതാണ്. എന്നാൽ ബാഡ് ന്യൂസ് എന്ന് പറയുന്ന ഒരു സെപ്പറേഷൻ്റെ സമയം വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ അത് നടന്നു എന്ന് വരികയില്ല. പക്ഷേ അതിനൊരു സെപ്പറേഷൻ, ഒരു സമയം കർത്താവ് വെച്ചിട്ടുണ്ട്. അതാ ബാഡ് ന്യൂസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഈ കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ കർത്താവ് ഒരു ശിക്ഷണം ചെയ്യാത്തത് കൊണ്ട്, നടത്താത്തത് കൊണ്ട് എക്കാലത്തും ഇതുപോലെ ആയിരിക്കുമെന്ന് ആരും ചിന്തിച്ച് അങ്ങനെയുള്ള മൗഢ്യമായിട്ടുള്ള ചിന്തകൾക്ക് വശംവദരായി ജീവിപ്പാൻ ഇടയാകരുത്. ഒരു സെപ്പറേഷൻ വരും. ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായിട്ടത് പറയുന്നുണ്ട്. ആ ഭയത്തോടെ നാം ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് ഇടർച്ചയായി നമ്മൾ തീരത്തില്ല.
അധർമ്മം പ്രവർത്തിപ്പാൻ നമുക്കിടയാകത്തില്ല. ദൈവരാജ്യത്തിൽ ഇടർച്ചയ്ക്ക് കാരണമാവുകയില്ല. നമ്മൾ തന്നെ ഇടറിപ്പോവുകയില്ല. മറ്റുള്ളവരുടെ ഇടർച്ചയ്ക്ക് നമ്മളും കാരണമാവുകയില്ല. ഓരോ വാക്കും ദൈവസന്നിധി പറയുമ്പോൾ, സഭയിൽ പറയുമ്പോൾ ആ വാക്കാർക്കെങ്കിലും ഇടർച്ചയാകുമോ എന്നുള്ള ചിന്തയോടെ, പ്രാർത്ഥനയോടെ നമ്മൾ ചെയ്യും. സ്തോത്രം. ആ ഒരു ദൈവഭയം നമ്മളെല്ലാവരിലും ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകണം. അതുകൊണ്ട് പരീക്ഷ മനോഭാവം എപ്പോഴെങ്കിലും നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നീക്കിക്കളയണം. ഞാനിതിന് യോഗ്യനൊന്നും ആയതുകൊണ്ടല്ല. പൗലോസ് പറയുക, അവർക്കെല്ലാം കൃപ ലഭിച്ചു, ഏറ്റവും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും കൃപ കിട്ടിയതാ. അകാല പ്രജ അല്ലേ? യാതൊരു അർഹതയും ഇല്ലാതിരിക്കുക എന്നോട് കാണിച്ച കൃപയാ. പ്രിയപ്പെട്ടവരെ, അതല്ലേ നമുക്കും പറയാനുള്ളൂ. ഇത് നമ്മോട് ദൈവം കാണിച്ച കൃപയാ. ശ്രദ്ധിക്കണേ, മുന്നിലൊക്കെ ഇഷ്ടം പോലെ സീറ്റുണ്ട്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അകാലപ്രജ പോലുള്ള എന്നോട്, ഞാനത് വായിക്കുമ്പോഴെല്ലാം ഓർക്കാറുണ്ട്, എൻ്റെ കർത്താവേ, ഇത്രയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പറയുക, ഈ കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞാൻ അധൈര്യപ്പെടാതെ, എനിക്ക് ശുശ്രൂഷ ഉണ്ടെങ്കിൽ എനിക്കതിൻ്റെ കാരണവും അറിയാം. എന്താ കാരണം? ദൈവത്തിൻ്റെ കരുണയാ. ഓരോ പ്രാവശ്യവും ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിൽക്കുമ്പം, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ശുശ്രൂഷിക്കുമ്പോൾ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വാല്യൂ ജഡ്ജ്മെൻ്റ് എപ്പോഴേലും ഞാൻ ചെയ്തിട്ടുണ്ടോ? മറ്റുള്ളവരെ കൊള്ളാത്തവരെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിസാരനെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിസാരെന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്കിന് അധികാരമില്ലല്ലോ. ഞാൻ തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടാ? കൃപയ മാത്രമാണ്, കരുണ കാണിച്ചത് കൊണ്ട് മാത്രമാണ്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ജഡ്ജ്മെന്റ്സ് എല്ലാം ഒഴിവാക്കണം. എന്നെ പോലെ കർത്താവ് അവനോടും അവളോടും കരുണ കാണിച്ചു. സ്തോത്രം എന്ന് പറയാം. ദൈവത്തിന് നമുക്ക് മഹത്വം കരയറ്റാം, അല്ലേ? വാക്കുകൾ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറയുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. വായിക്കാൻ സമയമില്ല, എന്നാൽ നമുക്കത് ഞാനൊന്നത് സൈറ്റ് ചെയ്ത് ഒന്ന് പറഞ്ഞ് പരാമർശിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ പറയുന്നു, യേശു കർത്താവിനോട് ചില പരീശന്മാർ പറഞ്ഞു, പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര യാഗങ്ങളിൽ കലർത്തി. അപ്പോൾ അവിടെ പറയുമ്പോഴത്തെ ആളുകളുടെ മനോഭാവം, ചിന്ത, എക്സ്പെക്റ്റേഷൻ. കർത്താവ് പറയും, അവൻ മഹാപന്നന, അഴുക്കന, അല്ലേ? പീലാത്തോസ്, അവൻ്റെ മേൽ വരാൻ പോകുന്ന വലിയ ശിക്ഷ, ഇതൊക്കെ പറയുമെന്നായിരിക്കും അവർ ഓർത്തത്. പക്ഷേ കർത്താവ് പറയുകയാണ്, അവർക്കങ്ങനെ സംഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ മനുഷ്യരിലും പാപികളാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നിട്ട് പറയാം, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. പിന്നെ രണ്ടാമത് പറഞ്ഞു, ശിലോഹാമിലെ ഗോപുരം വീണ് മരിച്ച 18 പേര്. കർത്താവ് തന്നെ അത് എടുത്ത് പറയുന്നതാണ്. ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് എടുത്ത് അവിടെ പറയുക, ചരിത്രപരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം. അവിടെ പറയുക, ആ 18 പേര് മറ്റുള്ള എല്ലാവരിലും പാപികളാണ് എന്ന് നിങ്ങൾ കരുതുന്നുവോ? എന്നിട്ട് കർത്താവ് പറയുക, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ. അപ്പൊ മാനസാന്തരമാണ് ആവശ്യം, ജീവിതത്തിന് വ്യത്യാസമാണ് ആവശ്യം, ദൈവകൃപയാൽ രൂപപ്പെടുന്നത് ആണ് ആവശ്യം. അത് കഴിഞ്ഞ് കർത്താവ് ഒരു ഉപമ പറഞ്ഞു. അത് ഞാനിവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിലേക്ക് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാലും അവിടെ പറയുന്നത്, ഒരു മനുഷ്യന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. ആ അത്തിവൃക്ഷത്തെ നോക്കിയിട്ട് നട്ട യജമാനൻ തൻ്റെ സങ്കടം പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ വർഷം പ്ലാൻ സിറ്റി പോയി ഒരത്തി ഞാനും മേടിച്ചു. പ്ലാൻ സിറ്റി എന്ന് പറയുമ്പോഴേ ചിലർ ചിരിക്കുന്നതാണ്. ഒരത്തി മേടിച്ചു. ചെറിയ കായ്കൾ അപ്പോഴേ ഉണ്ടായിരുന്നു കേട്ടോ, വലിയ സന്തോഷമായിരുന്നു. കൊണ്ടുവച്ചു. അത് ഏതാണ്ട് എൻ്റെ ഓർമ്മയിൽ 11 കായ മറ്റോ ഉണ്ടായിരുന്നു, ചെറിയ പക്ഷെ നല്ല മധുരമൊക്കെ ഉള്ള കായായിരുന്നു.
ഞാൻ വളരെ സന്തോഷിച്ച് ഈ വർഷത്തേക്ക് ധാരാളമായിട്ട് അത്തിപ്പഴം അതിനകത്ത് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പം നോക്കുമ്പോഴത്തേന് ഇലയെല്ലാം പോയത് അവിടെ നിപ്പുണ്ട്. ചില മൊട്ടുകൾ വരുന്നുണ്ട്, ഒരുപക്ഷെ അത് പിന്നെയും ഉണ്ടാവുമായിരിക്കും. എനിഹോ ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞു വന്നത് യജമാനൻ വന്നേച്ച് പറയുകയാണ്, ഞാൻ 3 സംവത്സരമായിട്ട് ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. 3 വർഷം എന്ന് പറഞ്ഞാൽ നട്ട ചന്നരെ ആരും ഫലം തരാൻ തുടങ്ങത്തില്ല. അത് നടുന്നൊരു സമയമുണ്ട്, അത് മിനിമം 3 years എടുക്കുമെന്നാണ് പറയുന്നത് വളർന്ന് ഫലമുണ്ടാകാനായിട്ട്. അപ്പോൾ 3 വർഷം നട്ട് കഴിഞ്ഞ് പിന്നെ അടുത്ത 3 വർഷം ഓരോ വർഷവും യജമാനം വന്ന് നോക്കി അത്തിയിൽ ഫലമുണ്ടോ. അപ്പം ഫലമൊന്നും കാണുന്നില്ല. 3 വർഷമായിട്ട് ഞാൻ ഫലം തിരഞ്ഞു വരുന്നു. അതുകൊണ്ട് നിലത്തെ ഇതിനെ വെട്ടിക്കളക, നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചു. അപ്പം തോട്ടക്കാരൻ പറഞ്ഞു, അല്ലേ യജമാനെ, ഞാൻ ഒന്നുകൂടെ അതിൻ്റെ ചുറ്റും കിളച്ച് പിന്നെയും അല്പം വളമൊക്കെ ഇടാം, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ല എങ്കിൽ വെട്ടിക്കളയാം. ഈ ഉപമകളെല്ലാം പഠിപ്പിക്കുമ്പം പറയുമ്പം കർത്താവ് എന്തോ ഉദ്ദേശിച്ചത്, ഒരു മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലമുള്ളവരായി നാം തീരുക. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം, എൻ്റെ സമയം തീരാൻ പോവുകയാണ്. സ്തോത്രം. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ തന്നെ ശോധന ചെയ്യണം, അതിനെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്യണം, നമ്മുടെ കുറവുകളെ നമുക്ക് കണ്ടെത്തണം, മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലം നമുക്ക് കായ്പാൻ തക്കവണ്ണം ഇടയാകണം. ദൈവത്തിന് സ്തോത്രം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങനെ നശിച്ചു പോകും. ആരെന്നില്ല, ദൈവം നമ്മോട് എല്ലാവരോടും കരുണ കാണിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ആയിരിക്കുന്നത്. അതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകണം. ഇന്ന് രാവിലെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയോടെ നമുക്കിത് അവസാനിപ്പിക്കാം. കർത്താവേ, എന്നോട് കരുണ കാണിച്ചല്ലോ, ഞാൻ ഈ കൃപയിലേക്ക് വന്നെങ്കിൽ കർത്താവേ, ഈ അനുഭവത്തിലേക്ക്, ഞാൻ സഭയിലേക്ക്, ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകുവാൻ എനിക്കിടയായെങ്കിൽ എൻ്റെ യോഗ്യതയായിരുന്നില്ലല്ലോ. അകാല പ്രജ പോലെയുള്ള എന്നോടും കരുണ കാണിച്ചെന്ന് പൗലോസ് പറയുന്നത് പോലെ ഞങ്ങളോട് കരുണ കാണിച്ചതാണ്. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ എന്ന് കർത്താവിനോട് പറയാം. എല്ലാവരും ഒരു നിമിഷം കർത്താവിനെ ഹൃദയത്തിൽ നിന്ന് സ്തോത്രത്തിൻ്റെ ശബ്ദമുയരട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ശബ്ദമുയർത്തി കർത്താവിന് നമുക്ക് മഹത്വം കരേറ്റാം. കർത്താവേ, നന്ദി കർത്താവേ എന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് പറയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെ